അവിടെ ബ്ലാഡർ, മൂത്രമൊഴിക്കാനുള്ള സൗകര്യം. ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ മൂത്രം അറിയാണ്ട് പൂവുണ്ടാവും, അല്ലെങ്കിൽ പൂവുണ്ടാവില്ല. കിടന്നുപോയി കഴിഞ്ഞാൽ ഈ മലമൂത്ര വിസർജനത്തിന്റെ മുകളിൽ നിയന്ത്രണമൊക്കെയാ കയ്യിൽ നിന്ന് പോവുക. ആദ്യം പോകുന്നതിലൊന്നാ മൂത്രത്തിന് ഒരു ട്യൂബ് ഇട്ട് കൊടുത്തില്ല, മൂത്രത്തിന് പൈപ്പ് ഇടുക ആസ്പത്രിക്കാർ. ഈ വണ്ണ ഒരു മഞ്ഞ നിറത്തിലുള്ള ട്യൂബ്, പിന്നെ ഒരു വെള്ള നിറത്തിലുള്ള ട്യൂബ്, ഒരു ബാഗ്, ട്യൂബ് ഇട്ടിട്ട് ആസ്പത്രിയിൽ നിന്ന് വീട്ടിലെ വിട്ടുണ്ടാവും. ഈ പഞ്ചായത്തിൽ 40ഓളം ആൾക്കാർ ഇപ്പൊ ട്യൂബ് ഇട്ട് കിടക്കുന്നുണ്ടാവും. കേരളത്തിൽ ഓരോ പഞ്ചായത്തിലും 25,000 ജനസംഖ്യയിൽ 25 മുതൽ 40 വരെ ആൾക്കാർ മൂത്രത്തിന് ട്യൂബുമ്പിലാ കിടക്കണേ. മൂത്രമൊഴിക്കാൻ പൈപ്പ് സഹായം ആസ്പത്രി പ്ലംബിംഗ് നടത്തി വിട്ടാ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ പെരയിലൊക്കെ പ്ലംബിംഗ് നടത്തിയിട്ടുണ്ടാവും, കിണറ്റിന്ന് കുളിമുറിയിലേക്കും കക്കൂസിലേക്കും വാട്ടർ ടാങ്കിലേക്കും ചെടി നനയ്ക്കാനും ഒക്കെ. ഇതങ്ങനെയല്ല, തടിമില പൈപ്പ് ഇട്ടുകൊടുത്ത് സുഖ മൂത്രത്തിന് ട്യൂബ് ഇട്ട് കിടക്കല്. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു മൂത്രത്തിന് ട്യൂബ് ഇട്ട് കിടക്കല് നല്ല സുഖമുള്ള ഏർപ്പാടാണ്? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൂത്രത്തിന് ട്യൂബ് ഇടേണ്ടി വന്നില്ല? ഉണ്ടായിനോ? എങ്ങനെ ഉണ്ടായിനോ എന്നിട്ട ട്യൂബ്? എന്തായാലും ആവശ്യം? ഒരു മറ്റേ അസുഖത്തിന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് എങ്ങനെ ഉണ്ടായിനോ അപ്പട്ട ട്യൂബ്? അനുഭവിച്ച ഒരാളോട് ഞാൻ ചോദിച്ചതാണ്. സുഖ നിങ്ങൾ കരുതുന്നുണ്ടാ? മൂപ്പർക്ക് അനുഭവം ഉണ്ട്, അടക്കട്ടെ. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ചോദിക്കാം, നിങ്ങൾക്ക് ആർക്കും അനുഭവമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കാം, ട്യൂബ് കടക്കട്ടെ, ട്യൂബ് ശീലമില്ല നിങ്ങൾക്ക്. ഞാൻ ശീലമുള്ള ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ ബാക്കി പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിനോ? ഇത് ശീലമില്ലാത്ത ആരും കൂട്ടത്തിൽ ഉണ്ടാവില്ലല്ലോ. എന്തൊക്കെയാ സാധാരണ പല്ലിൻ്റെ ഇടയിൽ കൊത്തു പോകുന്ന ഭക്ഷണം? ഇറച്ചി എന്തും അല്ലേ? ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ബീഫ് ആണെങ്കിലും അല്ലേ? ഇനി പോട്ടെ, മാങ്ങ കാലാണല്ലോ, മാങ്ങേണ്ടി കടിച്ച് കഴിയുമ്പോൾ ഒരു നാര് അല്ലെ, തേങ്ങാപ്പൂളിന്റെ ഒരു കൊത്ത്, കടലമണി, കടുകുമണി, ഇതൊക്കെ പല്ലിൻ്റെ ഇടയിൽ പോകുമല്ലോ. പല്ലിൻ്റെ ഇടയിൽ പോയാൽ നമ്മൾ എന്താ ചെയ്യുക? ഭക്ഷണം നല്ല ചിക്കൻ അടന്നോട്ട് 2 ദിവസം കഴിഞ്ഞെടുക്കാൻ തീരുമാനിക്കുമോ? ഇളയ ബീഫ് ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ചയല്ലേ കിട്ടുള്ളൂ, നിൽക്കട്ടെ അടയാൻ തീരുമാനിക്കും നമ്മള്? അതല്ല ടേസ്റ്റ് അങ്ങനെ തീരുമാനിക്കുമോ? എന്താ ചെയ്യാം നമ്മള് പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണം പോയാൽ? കുറെ നേരം നാവോണ്ട് തുഴഞ്ഞു നോക്കും, കിട്ടൂല എന്ന് ഉറപ്പ് വന്നാൽ വല്ല കോലോ കൊമ്പോ കൊള്ളി കൊടുത്ത് കുത്തി ഒഴിവാക്കും അല്ലെ? നമ്മളൊക്കെ അതാ ചെയ്യാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളും ഞാനിപ്പോ നിലവിൽ തടിക്കൂക്കുള്ള ആൾക്കാരാ, തടിക്കരുത്തുള്ള ആൾക്കാരാ അല്ലെ? ഞമ്മക്ക് 2 പല്ലിന്റെ കൊത്തിന്റെ ഇടയിൽ തലമുടീന്റെ നാരിന്റെ വലുപ്പമുള്ള ഒരു ഭക്ഷണത്തിന്റെ ബാക്കി പോലും ആടെ നിന്നോട്ടെ എന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല ഇല്ലല്ലോ. വണ്ണുള്ള ട്യൂബ് ആൾക്കാർക്ക് തൊള്ളയിലൊന്നുമില്ല ഇട്ടുകൊടുത്ത്, പള്ളയിലിട്ടുകൊടുത്ത്. ബ്ലാഡർ, മൂത്രനാളി വഴി മൂത്രസഞ്ചിക്കുള്ളിലേക്ക് ഈ വണ്ണുള്ള റബ്ബറിന്റെ ട്യൂബും അതിന്റെ അറ്റത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ട്യൂബും കുത്തിക്കയറ്റി വിട്ടിട്ടാണ് ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ട്. ഈ ട്യൂബ് ഇട്ടിട്ടാ വീട്ടിൽ കിടക്കുന്നത്. ഈ ട്യൂബ് ഇട്ടിട്ട് ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ ആ കട്ടുമ്പ് കിടന്നിട്ട് എഴഞ്ഞ് ജീവിക്കുക ചെയ്യുന്നത്. സുഖാപ്പത് ഒരു ഭക്ഷണത്തിന്റെ ബാക്കി പല്ലിന്റെ ഇടയിൽ കൊണ്ട നടക്കാൻ തടിക്കരുത്തില്ലാത്ത ആൾക്കാരാ ഞമ്മള്.